ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക സംഘം ചെന്നൈയിൽ സ്വർണ്ണമുരുക്കിയ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തി. സ്വർണ്ണമുരുക്കിയതിൻ്റെയും കൃത്രിമ രേഖ ഉണ്ടാക്കിയതിൻ്റെയും തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. അതേസമയം സ്വർണ്ണത്തട്ടിപ്പിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്. ദ്വാരപാലക ശില്പപാളികളിലെയും ശ്രീകോവിലിന്റെ വാതിൽപ്പടിയിലെയും സ്വർണം കവർന്നതിനാണ് കേസ്. ഇതുൾപ്പെടെ 2 എഫ്ഐആറുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വർണം പൂശുന്ന ജോലികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കരുതെന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തിരുത്തി കൃത്രിമ രേഖയുണ്ടാക്കിയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിന്നതായി അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച പാളികളിൽ നിന്ന് സ്വർണം നീക്കിയെന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി പരിശോധന നടത്തിയത്. അതേസമയം സ്വർണ്ണത്തട്ടിപ്പിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. 2019 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ ആകെ 10 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, തട്ടിപ്പ് അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന വകുപ്പും ഉടൻ ചുമത്തും. പ്രതികളുടെ വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. 6 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.